ഷൊർണൂർ പ്രഭാതം കലാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 18ാമത് ഭരത് ബാലൻ കെ നായർ നാടകോത്സവത്തിന് നവംബർ 23-ന് തുടക്കമാകും. ഉദ്ഘാടന ചടങ്ങിൽ മികച്ച നാടക പ്രതിഭയ്ക്കുള്ള പ്രഥമ ബാൽസൺ ഷൊർണൂർ പുരസ്കാരം ചലച്ചിത്ര സീരിയൽ താരം കുളപ്പുള്ളി ലീലയ്ക്ക് സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അന്തരിച്ച പ്രശസ്ത നടൻ ഭരത് ബാലൻ കെ നായരുടെ മകനും പ്രമുഖ ചലച്ചിത്ര സീരിയൽ നടനുമായ മേഘനാഥനെ അനുസ്മരിച്ചുകൊണ്ടാണ് വാർത്താസമ്മേളനം തുടങ്ങിയത്. കേരളത്തിലുടനീളം നാടകപ്രവർത്തകരുടെയും ആസ്വാദകരുടെയും ആത്മാർത്ഥമായ പ്രശംസ പിടിച്ചുപറ്റിയ നാടകോത്സവം ഇത്തവണ 18ാം വാർഷികത്തിന്റെ നിറവിലാണ്. നവംബർ 23 മുതൽ ഡിസംബർ 2 വരെ ഷൊർണൂർ KVR ഹൈസ്കൂളിൽ സംഘടിപ്പിക്കുന്ന നാടകോത്സവത്തിൽ വിവിധ നാടകവേദികളുടേതായി 10ഓളം പ്രൊഫഷണൽ നാടകങ്ങൾ അരങ്ങിലെത്തും. SF നടനസഭയുടെ റിപ്പോർട്ട് നമ്പർ 79 ഉദ്ഘാടന നാടകം. പകിട 12, വെളിച്ചം, ഉത്തമന്റെ സങ്കീർത്തനം, കല്യാണം, സൈക്കിൾ, യാനം, സത്യമംഗലം ജംഗ്ഷൻ, അനന്തരം, മിഠായി തെരുവ് തുടങ്ങിയ നാടകങ്ങളാണ് വരും ദിവസങ്ങളിൽ അരങ്ങിലെത്തുക. നവംബർ 23-ന് ഷൊർണൂർ KVR ഹൈസ്കൂളിൽ തുടക്കമാകുന്ന നാടകോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാര ജേതാവ് ബീന ആർ ചന്ദ്രൻ നിർവഹിക്കും. തിരഞ്ഞെടുത്ത നാടകങ്ങൾക്ക് പുറമെ അനുബന്ധ പരിപാടികളും നാടകോത്സവ വേദിയിൽ അരങ്ങേറുന്നുണ്ടെന്ന് പ്രഭാതം കലാ സാംസ്കാരിക വേദി പ്രസിഡന്റ് MR മുരളി പറഞ്ഞു. ഇത്തവണ നാടകോത്സവം നടക്കുന്നത് ബാൽസൺ ഷൊർണൂർ നഗറിലാണ്. ഈ വർഷം ബാൽസൺ ഷൊർണൂരിൻ്റെ പേരിൽ ഒരു പുരസ്കാരം ഈ വർഷം മുതൽ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാടകരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് ഓരോ വർഷവും തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിഭകൾക്കാണ് ആ പുരസ്കാരം നൽകുന്നത്. ആദ്യ വർഷം എന്നുള്ള നിലയിൽ ഈ വർഷം നൽകുന്നത് കുളപ്പുള്ളി ലീല, പ്രമുഖ നാടകനടി. നാടകത്തിലൂടെ ആരംഭിച്ച് സിനിമയിൽ ധാരാളം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഷൊർണൂർ കുളപ്പുള്ളിയുടെ പേരിൽ അറിയപ്പെടുന്ന കുളപ്പുള്ളി ലീലയ്ക്കാണ് ഈ വർഷത്തെ ബാൽസൺ ഷൊർണൂർ പുരസ്കാരം നൽകുന്നത്. ഉദ്ഘാടന ദിവസം വേദിയിൽ വെച്ച് ആ പുരസ്കാരം നൽകും. മെമൻറ്റോയും 10,001 രൂപയുമാണ് പുരസ്കാരമായി നൽകുന്നത്. 10 ദിവസങ്ങളിലായി കേരളത്തിലെ പ്രധാനപ്പെട്ട 10 സമിതികളുടെ നാടകങ്ങളാണ് അവതരിപ്പിക്കുക. വൈസ് പ്രസിഡന്റ് സതീഷ് മാസ്റ്റർ, ജോയിന്റ് സെക്രട്ടറിമാരായ സുരേന്ദ്രൻ, M മുരളി, മറ്റു കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ.